വെറും 3000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഫിയർലെസ് പ്ലസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, വെറും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് 7000 കിലോമീറ്റർ, വെറും 7000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് എഡിഷൻ ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കില്. കാലമായിട്ട് ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വെറും കസ്റ്റമേഴ്സ് വിളിച്ചു വയ്ക്കുന്ന സെൽറ്റോസ് ഓട്ടോമാറ്റിക് ഇല്ലെന്ന് പറഞ്ഞിട്ടാണ്. അധികം മാനുവൽ ആയിരുന്നു കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഓട്ടോമാറ്റിക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 24 മോഡൽ ഉണ്ട്, 24 രജിസ്ട്രേഷൻ ഉണ്ട്. വെറും 18000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം നമുക്ക്, അതും 7 സീറ്റർ, 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് ഇല്ല. ഫ്രണ്ട്സ്, SUV നോക്കുന്നവർക്ക് നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, അത് സിംഗിൾ ഓൺഷിപ്പ്, ലോ കിലോമീറ്ററുകൾ വിത്ത് നമുക്ക് കമ്പനി വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി ക്വാളിറ്റി വെഹിക്കിൾസ് ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബറൊക്കെ ആവാനായിട്ടുണ്ട്. സോ ഇയർ എൻഡിങ് സെയിൽ ആയതുകൊണ്ട് മാക്സിമം കുറച്ചിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ഓഫർ പ്രൈസിലാണ് തരുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ള് കാണുക. ഗംഭീരമായിട്ടുള്ള മാക്സിമം കുറച്ചിട്ടുള്ള ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാപ്സിലാണ്. സോ ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല കിഡ്ലൻ കളക്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള SUVകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇവൻ പ്രീമിയം വെഹിക്കിൾസ് മുതൽ അത്യാവശ്യം നമുക്ക് ഇന്ന് ലീഡിംഗ് ബ്രാൻഡ്സിന്റെ എല്ലാ SUVകളും സബോമീറ്റർ SUVകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്സിലാണ്. നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ജെഫ് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ക്യാപ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത മിനി ബൈപ്പാസിലാണ്, തിരുവണ്ണൂര്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ലൊക്കേഷൻ അയച്ചു തരും. അതും ഇല്ലെങ്കിൽ ഗൂഗിളിൽ ക്യാപ്സ് കാർസ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരു യൂസ്ഡ് കാർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളിവിടെ ക്യാപ്സിൽ വാറണ്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതുകൂടാതെ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. ബൈബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ, അതായത് പാർക്ക് ആൻഡ് സെയിൽ അല്ലാത്ത നമ്മളെ വെഹിക്കിൾസിന് നമ്മൾ 20% ഡിപ്രിസിയേഷനിൽ 1 ഇയറിനുള്ളിൽ നമുക്ക് തരാണെങ്കിൽ 20% ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ചെടുക്കും. മാക്സിമം ലോണ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ കിലോമീറ്റർ കൂടിയ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ നമുക്കുണ്ട്. ഏകദേശം നമുക്ക് എത്ര സ്റ്റോക്ക് വരുന്നുണ്ട്? നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 30 സംതിങ്ങിന്റെ അടുത്ത് സ്റ്റോക്കിന് വരുന്നുണ്ട്. ഇത്തവണ നമ്മൾ ഒരു ഓഫർ വീഡിയോ ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് റേഞ്ച് മാക്സിമം നമ്മളൊരു ഡെഡ് ലൈൻ ആയിട്ടുള്ള ഒരു അതായത് ഓഫർ പ്രൈസ് ആണ് ഇട്ടത്. ഇപ്പോൾ ഏകദേശം നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ചെറിയൊരു മാറ്റം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. വന്ന് ഇഷ്ടപ്പെട്ടാൽ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെറിയൊരു എമൗണ്ട് കൂടെ മാറ്റി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. അപ്പോൾ വന്നോളി, ഇഷ്ടപ്പെട്ടാൽ ഇത് അത്യാവശ്യം നല്ല കുറച്ചിട്ടുള്ള റേറ്റ് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ 7 സീറ്റർ ആണ്. അത് നമുക്കൊരു ഓഫർ റേറ്റിൽ ഒരു വാഹനം ഉണ്ട് എന്ന് പറഞ്ഞ് അതിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഫ്രഞ്ച് ബ്രാൻഡിലെ സിട്രന്റെ C3 എയർ ക്രോസ് ആണ് വരുന്നത്. ഡോൾട്ടോൺ ആണ് വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിംഗിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡലാണ്. 18000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. C3 എയർ ക്രോസിൽ മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 7 സീറ്റർ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ. ഇത് പെട്രോൾ ആണ്, മാനുവൽ ആണ് വരുന്നത് അല്ലേ. അത്യാവശ്യം നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കംഫർട്ട് തന്നെയാണ്. നമുക്ക് യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത്രയും കിട്ടുന്ന സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. 23 മോഡൽ ആണെങ്കിൽ 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് തന്നെ LCD സ്ക്രീന് കാര്യങ്ങൾ. ഈ ഒരു 18000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓൺഷിപ്പ് സിംഗിളും അല്ല വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 9,25,000. 9,25,000. അതായത് നമുക്ക് 24 മോഡൽ ഉണ്ട്, 24 രജിസ്ട്രേഷൻ ഉണ്ട്. വെറും 18000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം നമുക്ക്, അതും 7 സീറ്റർ, 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് ഇല്ല. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വാഹനം ഇറക്കാൻ പറ്റും? നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു 1 ലക്ഷം ഒക്കെ ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. 9 സംതിങ് ആണ് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ്. ക്വാളിറ്റി, പെർഫോമൻസ്, സേഫ്റ്റി ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. Volkswagen Tiguan. ഇതിന്റെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണോ വരുന്നത്? ടോപ്പ് ലൈൻ, ഏറ്റവും ടോപ്പ് ലൈൻ ആണ്. ടയേഴ്സ് ഒക്കെ നോക്കി നിങ്ങൾ 100% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആകെ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. വെറും 3000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒക്കെ ഷോറൂം കണ്ടീഷൻ ആണ്. അപ്പൊ അതാണ് നമുക്ക് ഹൈലൈറ്റ്. ഒക്കെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. വെറും 3000 കിലോമീറ്റർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 രജിസ്ട്രേഷൻ, 21 മോഡൽ 22 രജിസ്ട്രേഷൻ ആണ്. ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ജസ്റ്റ് 3000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 ലിറ്ററിൽ പെട്രോൾ മാനുവൽ. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 1 ലിറ്ററും ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലൈൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വെറും 3000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ.
നിലവിൽ പക്ക നമുക്ക് ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 11,65,000 രൂപ. 11,65,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഈ വാഹനം? ഇത് ഏകദേശം ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല ട്രാക്കൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 1 lakh ഉണ്ടെങ്കിൽ 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത് നമുക്ക് ഇതാണോ നല്ലൊരു കിഡ്ല SUV ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് സെൽട്ടോസ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗ് വാഹനം. കാലമായിട്ട് ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വെറും കസ്റ്റമേഴ്സ് വിളിച്ചു വയ്ക്കുന്ന സെൽട്ടോസ് ഓട്ടോമാറ്റിക് ഇല്ലെന്ന് പറഞ്ഞിട്ടാണ്. അധികം മാനുവൽ ആയിരുന്നു കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഓട്ടോമാറ്റിക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ്. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അല്ല, അത് HTX ആണ് ഓപ്ഷൻ. HTX ആണ് അല്ലേ? അതും ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, റിയറിൽ AC വെന്റ്, നല്ല ഫീച്ചേഴ്സിക് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 28,000 കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോളില് ഓട്ടോമാറ്റിക്. ഓക്കെ, വെറും ലോ കിലോമീറ്റർ വാഹനമാണ്. അതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്? അതെ, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,90,000. 13,90,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഇറക്കാൻ പറ്റും നമുക്ക്. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു ഫോക്സ് വാഗന്റെ ടൈഗൺ തന്നെയാണ്. അത് നേരത്തെ നമ്മൾ സിൽവർ ഫിനിഷിംഗ് ആയിരുന്നു, അതൊരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡൽ GT പ്ലസ് ആണ്. 1.5 സിംഗിൾ ഓൺഷിപ്പാണ് വരുന്നത്. പെട്രോളും ഓട്ടോമാറ്റിക്. സോ GT ആകുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. സോ നമുക്കൊരു സ്പോർട്ടി വെഹിക്കിൾ ഉദ്ദേശിക്കുന്നവർക്ക് കൂടെ തന്നെ നല്ല പെർഫോമൻസ്, സേഫ്റ്റി ഒക്കെ വരുന്നത്, നല്ല ഫീച്ചേഴ്സ്, അതായത് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നൊരു വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 50,000. വെറും 50,000 കിലോമീറ്റർ. അതെ. യെസ്. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? യെസ്. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,90,000. 13,90,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും അതെ, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും നമുക്കൊരു 1.5 to 2 അല്ലെങ്കിൽ 1 to 2 അങ്ങനെ രീതിയിലൊക്കെ 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് ഇടയിലുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്ക് അതിന്റെ ഒരു സെഡാൻ അല്ലെ, പോളോ പോയപ്പോൾ ഏകദേശം ആ ഒരു സെഗ്മെന്റിലേക്ക് അത്യാവശ്യം കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് വേർച്ചസ്. അത് നമുക്കൊരു അടിപൊളി ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല് GT പ്ലസ് എന്നാ വരുന്നത്. 1.5 DSG ഗിയർ ബോക്സ് വരുന്നത്. വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ, പെട്രോളിലും ഓട്ടോമാറ്റിക്. GT ആണ്. സോ നല്ല പെർഫോമൻസ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു വാഹനം. അതും ഓട്ടോമാറ്റിക്കിൽ വെറും 15,000 കിലോമീറ്റർ അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ആണ് വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. എങ്ങനെയായിരുന്നു ഈ വാഹനത്തിന്? ഇത് 14,90,000. 14,90,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അതൊരു 1.5 നമുക്ക് ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് എല്ലാം നമ്മളെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേറെ കൂടുതൽ നമുക്ക് ലോൺ പാസ്സാവും ചെയ്യൂല. സെയിം സെഗ്മെന്റിൽ തന്നെ സ്കോഡയിൽ നോക്കുമ്പോൾ നമുക്ക് സ്ലാവിയ വരുന്നുണ്ട്. അതും നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ്. പക്ക ഗ്രേ ഫിനിഷിംഗിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ 24 രജിസ്ട്രേഷനിൽ വരുന്നത്. സ്റ്റൈലാണ് ഓപ്ഷൻ വരുന്നത്. 28,000 കിലോമീറ്റർ ആണ് ഓടിയത്. 38,000 കിലോമീറ്റർ ആണ് ഓടിയത്. 1 ലിറ്ററിൽ പെട്രോൾ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ആണ്. സോ അത്യാവശ്യം നല്ല മൈലേജ്, പെർഫോമൻസ് പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. അതെ. നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ അല്ല വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 38,000 കിലോമീറ്റർ. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 13,90,000. 13,90,000. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? ഏകദേശം 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് സ്കോഡയുടെ കുഷാക്ക് വന്നിട്ടുണ്ട്. ഇത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് വരുന്നത് 2023 മോഡലാണ്. സ്റ്റൈൽ തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്, 1 ലിറ്ററിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഇൻബിൽറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, ഹാൻഡ് റെസ്റ്റ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി, പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 13,50,000. 13,50,000. ഏകദേശം 1.5 രൂപ വണ്ടിയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ്. നേരത്തെ നമ്മളൊരു വൈറ്റ് ഫിനിഷിംഗ് പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 മോഡൽ HTK പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. പെട്രോളിൽ മാനുവൽ ആണ്. നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പൊ ഇനി മാനുവൽ വേണമെന്നുള്ളവർക്ക് മാനുവലും ഉണ്ട്. അതും വൈറ്റ് ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത്. വെറും 18,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ?
മേജറായ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഈ ഒരു 18,000 കിലോമീറ്റർ മാത്രമുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 10,75,000 രൂപ. 10,75 അല്ലേ? ഒക്കെ ഒരു 10 ലക്ഷം ബഡ്ജറ്റിലാണ് അത്യാവശ്യം നല്ല SUV നമുക്ക് ഇത്തവണ വന്നിട്ടുണ്ട്. ഒക്കെ മാക്സിമം നല്ല ഓഫ് റേറ്റ് ആണ്. അതിൽ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ 1.1 സംതിങ് ഉണ്ട്, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഫുൾ ബ്ലാക്കിൽ ഒരു തേർഡ് ജനറേഷൻ ക്രെറ്റ ഒക്കെ നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്കിൽ നല്ലൊരു അടിപൊളി വാഹനം വന്നിട്ടുണ്ട്. പക്ക നമുക്ക് ഹൈ ക്വാളിറ്റി അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. ടയേഴ്സൊക്കെ പക്ക 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2021 മോഡൽ SX ഓപ്ഷണൽ DCT ആണ് ഓപ്ഷൻ വരുന്നത്. DCT ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും IN വേരിയന്റ് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്രയെന്ന് വെച്ചാൽ 14,90,000. 14,90,000 അല്ലേ? അതെ. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാൻ പറ്റുമോ? ഇത് നമുക്കൊരു 1.5-2 ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം. നേരെ അതിന്റെ ബ്ലാക്കിൽ തന്നെ നമുക്കൊരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു കിടലം കിയയുടെ സോണറ്റ് വന്നിട്ടുണ്ട്. ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡലിൽ GTX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. പെട്രോളിൽ IMT ആണ്. 39,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അപ്പോൾ നമുക്ക് ക്ലച്ച്ലെസ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഗിയർ വരുന്നുണ്ടെങ്കിലും ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു വാഹനമാണ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷന്, അതേപോലെ തന്നെ 360 ക്യാം, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, എയർ ബാഗ്സ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു IMT ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനം. കിലോമീറ്റർ പറഞ്ഞത് 39,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ല? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 10,35,000. 10,35 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 1 lakh ഒക്കെ ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി നമ്മൾ ചാറ്റിലെ ഏറ്റവും ടോപ്പ്, ഇപ്പൊ നിലവിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാരിയർ ആണ്. അതിന്റെ ഡാർക്ക് എഡിഷനിലെ ഏറ്റവും ഫുൾ ലോഡിൽ പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു ഫുൾ ബ്ലാക്ക് ഹാരിയർ. എങ്ങനെയായിരുന്നു മോഡൽ? 2024 മോഡല് ഫിയർലെസ് പ്ലസ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് 7,000 കിലോമീറ്റർ, വെറും 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് എഡിഷൻ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വെറും 7,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 24,90,000. 24,90,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 lakh 2 to 3 ഉണ്ടെങ്കിൽ, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 3 lakh ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ അതും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 7 സീറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഹുണ്ടായുടെ അൽക്കസാർ, അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി 7 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലിൽ പ്രസ്റ്റീജ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. പ്രസ്റ്റീജ് പ്ലസ് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 35,000 കിലോമീറ്റർ. വെറും 35,000 കിലോമീറ്റർ. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക്കില് പ്രസ്റ്റീജ് പ്ലസ്. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലം വാഹനം. അപ്പോൾ ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും 14,50,000. 14,50,000. 7 സീറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 7 സീറ്റർ അതൊരു ബെസ്റ്റ് പ്രൈസിന് മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് അതേപോലെ തന്നെ 2 lakh ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ജീപ്പ് കോമ്പസ്, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലം വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലാണ്. ലിമിറ്റഡ് പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 36,000 കിലോമീറ്റർ ഓടിയ ഡീസലിൽ മാനുവൽ. ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് വെറും 38,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,50,000. 13,50,000 അല്ലേ? ഏകദേശം നമുക്ക് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പോൾ നേരത്തെ നമ്മളൊരു ഫുൾ ബ്ലാക്കിൽ ഒരു ക്രെറ്റ പരിചയപ്പെട്ടിരുന്നു. വീണ്ടും ഒരു ഫുൾ ബ്ലാക്ക് ക്രെറ്റ തന്നെയാണ്. ഇത് നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ, പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2022 മോഡലിൽ പെട്രോൾ മാനുവൽ ആണ്. വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ. ഓക്കെ. വെറും 27,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. ഇതിന്റെ ഏറ്റവും ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതെ. ഓക്കെ. ചെറിയൊരു ഫീച്ചേഴ്സിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇതിൽ നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വെറും
7000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 12,90,000 രൂപ. 12,90,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? നമുക്കിത് അതേപോലെ തന്നെ ഒരു 1-1.5 ലക്ഷം ഉറുപ്പ ഉണ്ടെങ്കിലൊക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഇനി അതിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി തന്നെ. SX എന്ന ഓപ്ഷൻ വരുന്നത്, മാനുവൽ ആണ് വരുന്നത്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് 12,65,000 രൂപ. 12,65,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും അതേപോലെ തന്നെ ഒരു 1-1.5 ലക്ഷം ഉറുപ്പ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ്. ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡലാണ്. HTX ആനിവേഴ്സറി എഡിഷൻ ആണ് വരുന്നത്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ചെറിയ കിലോമീറ്റർ ആണ്. സോറി, സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 42,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 11,35,000. 11,35,000. എല്ലാം നമുക്കൊരു 10 ലക്ഷം 11 ലക്ഷം ആ റേഞ്ചിലാണ് എല്ലാം. ഒരു 12-നുള്ളിലാണ് കൂടുതലും വരുന്ന വണ്ടികൾ. ഇതൊക്കെ ഒരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. വീണ്ടും നമുക്കൊരു കെയുടെ ഒരു സെൽട്ടോസ് തന്നെയാണ്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. GT ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 മോഡലില് GT ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളിൽ മാനുവൽ. പെട്രോൾ മാനുവൽ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പിൻ്റെ ആണ്. അല്ല നമുക്ക് സീറ്റ് വെന്റിലേഷൻ 360 ക്യാം വരുന്നില്ല. ഇത് GT പ്ലസ് ആണ് വരുന്നത്. GT ലൈനിലാണ് 360 ക്യാം. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ചോദിക്കുന്ന റേറ്റ് 12,25,000. 12,25,000 മാക്സിമം നമുക്ക് ഒരു 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത ഒന്നുകൂടെ ഒരു ബഡ്ജറ്റിൽ ഒരു സെഡാനൊക്കെ നോക്കുന്നവർക്ക് സ്കോഡയുടെ ഒരു റാപ്പിഡ് വരുന്നുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡലിൽ ആംബിഷൻ ഓപ്ഷൻ വരുന്നത്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ വന്നിട്ട് 46,000 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. വാഹനം ലോക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് 8,25,000. 8,25,000 അല്ലേ? ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാമല്ലോ. അത് നമുക്കൊരു MG Hector നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി 5 സീറ്ററിൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം, നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡലിൽ ഷാർപ്പാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ ആകെ ചോദിക്കുന്ന റേറ്റ് വെറും 10,50,000 രൂപയാണ്. മാക്സിമം എനിക്ക് തോന്നുന്നു ഫുൾ ഓണിന്റെ അടുത്ത് തന്നെ പാസ്സാവും വണ്ടിക്ക്. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി SUV, അതും ഓട്ടോമാറ്റിക് അല്ല? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്നുണ്ടായിരുന്നു ക്യാപ്സിലാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ്. സോ അത്യാവശ്യം നല്ല ഓഫർ റേറ്റിലാണ് എല്ലാ വാഹനങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിച്ച് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കാരണം നമുക്ക് മാക്സിമം കുറച്ചിട്ട് അതേപോലെ ലോ കിലോമീറ്റർ വിത്ത് കമ്പനി വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള വാഹനങ്ങളാണ് നമുക്ക് ഒട്ടുമിക്ക വാഹനങ്ങളും. അതൊരു 12 ലക്ഷം ബഡ്ജറ്റിലാണ് മാക്സിമം വാഹനങ്ങൾ. അതേപോലെ 10 ലക്ഷം ബഡ്ജറ്റിൽ ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്യാപ്സിലാണ്. ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീഞ്ചന്ത ബൈപ്പാസിലാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താഴെ ആണ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ജഫ്ന സൈനിങ്.